ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഓയിൽ ഫാം തുടങ്ങാൻ പോവാണ്. അത് ഗൈസ് കണ്ടു, ഇതാണ് നമ്മുടെ ഓയിൽ ഫാം തുടങ്ങാൻ പോണ പ്ലോട്ട്. അപ്പൊ ഇവിടെയുള്ള ഗൈസ് ഇപ്പൊ ഒരു മിഷനറി പോലും ഇല്ല. അപ്പൊ ഇനി വേണം നമുക്ക് മിഷനറി അതേപോലെ സംഭവമൊക്കെ മേടിക്കാനായിട്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഗൈസ് വെറും $1.8K ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ആദ്യത്തെ ഡ്രില്ലും അതേപോലെ സംഭവമൊക്കെ മേടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഡ്രിൽ ഷോപ്പിൽ വന്നിട്ട് ഒരു ബേസിക് ഡ്രില്ല് ഒരു 2 മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കുള്ള ഗൈസ് ഈ ഡ്രില്ല് മാത്രം വെച്ചാൽ പോരാ, ഈ ഫ്യൂല് കളക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു റിഫൈനറി കൂടി വെക്കണം. അപ്പൊ അതുള്ള ഗൈസ് അത് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മേടിച്ചേക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും ഈ 500ന്റെ ബേസിക് റിഫൈനറി മേടിച്ചേക്കാം. ഓക്കെ, അത് ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് നമ്മുടെ ഈ ആദ്യത്തെ ഡ്രില്ല് നമുക്ക് എന്തായാലും ഇവിടെ ഇട്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ 2 ഡ്രില്ല് നമ്മൾ മേടിച്ചിട്ടുണ്ടായി. അപ്പൊ 2 ഡ്രില്ല് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ കണ്ട ഗൈസ് ഈ ഡ്രില്ല് നമുക്ക് 1 സെക്കൻഡിൽ 1 ഗ്യാസ് ഓയിൽ വെച്ച് തരും. അപ്പൊ നമുക്കുള്ള ഗൈസ് ഈ ഗ്യാസ് ഓയിൽ കളക്ട് ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ ബേസിക് റിഫൈനറി വെക്കേണ്ടത്. ഇത് നമുക്ക് എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ ഇട്ട് വെച്ചേക്കാം. അപ്പൊ ഇതിന്ന് ഓയിൽ കളക്ട് ആയി ഇതിൽ വന്ന് ഫിൽ ആയിക്കോട്ടെ ഗൈസ്. അപ്പൊ ഇത് ഫിൽ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ട് സെല് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സെല്ലേരിൽ വന്നിട്ട് ഇവിടെ ഞാൻ നമ്മുടെ ഫ്യൂല് സെല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉള്ള ഗൈസ് ഇതിൽ പൈസ ഒക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇനി 10 സെക്കൻഡ് കഴിയുകയാണെങ്കിൽ അടുത്ത പ്രൈസ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ $8 ആണ്. ഇപ്പൊ പ്രൈസ് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ ഗൈസ്. ഓ ഗൈസ് കണ്ടു, ഇപ്പൊ $10 ആയിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ഞാൻ $280 സെല് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബേസിൽ പോയിട്ട് കുറച്ച് ഫ്യൂലൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് സെല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനുള്ള ഗൈസ് ഒരു ഡ്രില്ലും കൂടി മേടിക്കട്ടെ. ഓക്കെ, ഞാൻ ഒരു ഡ്രില്ലും കൂടി മേടിച്ച് നമ്മുടെ ബേസിലൊന്നും വെക്കട്ടെ ഗൈസ്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഈ ഡ്രില്ലൊന്നും പോരാ, ഇതിൽ അത്യാവശ്യം അടിപൊളി ഡ്രില്ലുകളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് പോയി നോക്കി നോക്കട്ടെ. കണ്ടോ ഗൈസ്, സ്ട്രോങ് ഡ്രില്ല്, എൻഹാൻസ്ഡ് ഡ്രില്ല്, സ്പീഡ് ഡ്രില്ല്, കണ്ടോ ഗൈസ് അങ്ങനെ കുറെ ഡ്രില്ല് ഉണ്ട്. അപ്പൊ ഏറ്റവും അവസാനത്തിനുള്ള ഗൈസ് ക്രിസ്റ്റൽ ഡ്രില്ലാണ്. ഊനോ ഗൈസ് ഇതിന് $9 ബില്യൺ ആണ്. ഊനോ ഗൈസ് ഇത് നമുക്ക് മേടിക്കാൻ പറ്റും തോന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഫാമിൽ പോയിട്ട് കുറച്ച് ഫ്യൂല് കളക്ട് ചെയ്തൊന്ന് സെല് ചെയ്യട്ടെ ഗൈസ്. നമുക്കുള്ള ഗൈസ് ഈ റിഫൈനറി കുറച്ചും കൂടി മേടിച്ചു വെക്കണം, എന്നാലാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുള്ളൂ. കാരണം ഗൈസ് നമ്മുടെ ഈ റിഫൈനറി പെട്ടെന്ന് തന്നെ ഫുൾ ആവാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഉള്ള ഫ്യൂവൽ ഒന്ന് കൊണ്ട് സെല് ചെയ്തിട്ട് ഒരു റിഫൈനറി മേടിക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഫ്യൂവലിന്റെ റേറ്റ് $6 ആണ്. അപ്പൊ ഇത് ഇപ്പൊ മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ് കണ്ടു, $13 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡബിൾ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഒരു റിഫൈനറി ആണ് മേടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒരു 2 റിഫൈനറി മേടിച്ചിട്ടുണ്ട്. അതേപോലെയുള്ള ഗൈസ് നമുക്കൊരു നല്ലൊരു ഡ്രില്ല് മേടിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മേടിക്കേണ്ടത് ഈ സ്ട്രോങ് ഡ്രില്ലാണ്. അതിന് 1.8K ആണ്. അപ്പൊ അത് നമുക്ക് പിന്നെ മേടിക്കട്ടെ ഗൈസ്. ഇപ്പൊ ഞാൻ എന്തായാലും ഈ ബേസിക് ഡ്രില്ല് മേടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ബേസിക് റിഫൈനറി ഇവിടെ വെച്ചേക്കാം. 2 നമ്മൾ മേടിച്ചിട്ടുണ്ടായി. ഓക്കെ, 2 ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ 2 ഡ്രില്ല് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗൈസ് നമുക്കൊരു ടോട്ടം കിട്ടിയിട്ടുണ്ട്. കണ്ടു, ഇത് നമ്മുടെ ഫാമിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 5% കൂടുതൽ ക്യാഷ് കിട്ടും. അപ്പൊ ഞാൻ എന്തായാലും ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് നമ്മുടെ ഫ്യൂലൊക്കെ സെല് ചെയ്യുമ്പോൾ നമുക്ക് കുറെ അധികം പൈസ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനുള്ള ഗൈസ് ഒന്ന് സെല് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ എത്ര ഡോളർ നോക്കട്ടെ. ഓക്കെ, $9 ആണ്. അല്ല ഗൈസ് $14 ആയിട്ടുണ്ട്. അത് മൊത്തം ഞാൻ സെല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് പുതിയ ഡ്രില്ല് മേടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനുള്ള ഗൈസ് ഈ സ്ട്രോങ് ഡ്രില്ല് ഒന്ന് മേടിച്ചിട്ടുണ്ട്. ഒന്നല്ല ഗൈസ് 2 മേടിച്ചേക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ 2 ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇത് നമ്മുടെ ഫാമിലൊന്നും കൊണ്ട് വെച്ചേക്കാം. ഓ ഗൈസ് ഇത് അത്യാവശ്യം അടിപൊളി ഡ്രില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ 2 അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓ ഗൈസ് കണ്ടു, ഇതിൽ നമുക്ക് ഒരു സെക്കൻഡില് 3 ഫ്യൂൽ വെച്ച് കിട്ടും. ഓക്കെ, അതെന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അതെന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. പിന്നെ ഗൈസ് നമുക്ക് ഇവന്മാരുടെ ബേസിൽ നിന്ന് ഇങ്ങനെ കട്ട് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഇവന്മാരുടെ ബേസ് നമുക്ക് ഇങ്ങനെ കട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഉള്ള ഗൈസ് ഈ ഫ്യൂല് ഫുൾ ആവണം, എന്നാലാണ് അത് കട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. ലേസ് ഗോ. അവൻ സമ്മതിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് എടുത്താൽ മതി. ഗൈസ് അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ലേസ് ഗോ. ഇത് നമ്മുടെ ബേസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1500 ഫ്യൂല് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് കണ്ടു, ഇപ്പൊ നമ്മുടെ ടോട്ടല് 2000 ഫ്യൂൽ ആയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് ഇതൊന്ന് കൊണ്ട് സെല് ചെയ്യട്ടെ. ഊനു ഗൈസ് ഇപ്പോ പ്രൈസ് ഭയങ്കര കുറവാണ്. ഇപ്പൊ ആവറേജ് ആണ്. നമുക്ക് ഗുഡിന് മേലെ പോണെങ്കിൽ വിറ്റാൽ മതി ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ അധികം പൈസ കിട്ടും. ഇപ്പൊ കണ്ട ഗൈസ് ഇപ്പൊ തന്നെ നമുക്ക് $10K കിട്ടും. നോ ഗൈസ് ഇപ്പൊ ഒന്നും നമ്മൾ വിൽക്കണ്ട. നമുക്കുള്ള ഗൈസ് ഈ ഗുഡിന് മേലെ പോകുമ്പോ നമുക്ക് വിറ്റാൽ മതി. അപ്പൊ ഞാനുള്ള ഗൈസ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. എപ്പോഴാണ് നമ്മുടെ ഫ്യൂലിന്റെ റേറ്റ് കൂടാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്യൂലിന്റെ റേറ്റ് 12 ഉണ്ട്. ഇപ്പൊ കണ്ട ഗൈസ് $25K നമുക്ക് കിട്ടും. ഓക്കെ ഗൈസ്, അത് ഞാൻ അങ്ങനെ സെല് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഉള്ള ഗൈസ് ഞാൻ നമ്മുടെ കിങ്ഡമിൽ പോയിട്ട് ഇപ്പൊ ഉള്ള ഫ്യൂൽ ഒന്ന് ഞാൻ കളക്ട് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് അത്യാവശ്യം നല്ലൊരു റിഫൈനറി ആണ് മേടിക്കേണ്ടത്. അത് മാത്രമല്ല ഗൈസ് കണ്ടോ, നമുക്ക് ഇവിടെ പുതിയൊരു പ്ലോട്ട് മേടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് $20K ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലോട്ട് മേടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഞാനുള്ള ഗൈസ് ഇപ്പൊ ഞാനൊരു റിഫൈനറി ആണ് മേടിക്കാൻ പോണത്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഈ എൻഹാൻസ്ഡ് മേടിക്കണോ അതോ റീഇൻഫോഴ്സ്ഡ് റിഫൈനറി മേടിക്കണോ? നമുക്കൊരു കാര്യം ഗൈസ് ഇത് മേടിച്ചേക്കാം. ഓക്കെ, ഇതിനാണെങ്കിൽ $6.2K ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്നെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള ഗൈസ് ഒരു ഡ്രില്ലും കൂടി മേടിച്ചേക്കാം. അപ്പൊ ഇവിടെ നമുക്ക് സ്പീഡ് ഡ്രില്ല് മേടിക്കണോ അതോ റീഇൻഫോഴ്സ്ഡ് ഡ്രില്ല് മേടിക്കണോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മേടിച്ചേക്കാം. ഇതിനാണെങ്കിൽ 12 ഉള്ളൂ ഗൈസ്. ഓക്കെ, അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഗൈസ് കണ്ടു, നമ്മുടെ റിഫൈനറി മൊത്തം ഇവിടെ ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗൈസ് ഈ റിഫൈനറി ഇവിടെ വെക്കാൻ പോണ്. ഗൈസ് ഇത് റിഫൈനറി അല്ല, ഇത് ഡ്രില്ലാണ്. ഓക്കെ, അത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റിഫൈനറി നമുക്ക് ഇവിടെ ആയിട്ട് വെച്ചേക്കാം. ഓക്കെ, ഇതിൽ കണ്ട ഗൈസ് ഇതിൽ 250 കൊള്ളും. ഇത് പോരാ ഗൈസ്, നമുക്ക് ഇതിനേക്കാളും നല്ലൊരു സാധനം മേടിക്കണം. അടുത്ത റിഫൈനറി മേടിക്കണമെങ്കിൽ നമുക്ക് $20K കൊടുക്കണം. ഈ അഡ്വാൻസ് റിഫൈനറി മേടിക്കണമെങ്കിൽ
നോ. അപ്പൊ നമുക്ക് എന്നുള്ള ഗൈസ് ഇത് തന്നെ ഒന്നും കൂടി മേടിച്ചേക്കാം. ഓക്കെ, അത് തന്നെ ഞാൻ ഒന്നും കൂടി മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കുള്ള ഗൈസ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അത് ഞാൻ എന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ലൈക്ക് അടിക്കാതെ കൂട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചേക്കാം. ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 222 ആണ് ഗൈസ്. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ സബ് ചെയ്താലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ് കൂടി ചെയ്തേക്കാം, മറക്കല്ല ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ റിഫൈനറി മൊത്തം അങ്ങനെ ഫുൾ ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഗൈസ് നമുക്ക് ഇവന്റെ ഒന്ന് എടുത്തേക്കാം. ഓക്കെ, ഇവന്റെ ഞാനൊരു 1.5k ഫ്യൂൽ എടുത്തിട്ടുണ്ട്. ലേറ്റ്സ് ഗോ. അപ്പൊ നമുക്കുള്ള ഗൈസ് പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. കണ്ടു. ഓക്കെ, നമുക്കൊരു 1500 എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ രണ്ടാമത് എടുക്കാൻ പോണ് ഗൈസ്. ലേറ്റ്സ് ഗോ. അപ്പൊ ഇപ്രാവശ്യമുള്ള ഗൈസ് നമുക്ക് കുറെ പൈസ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ രണ്ടാമത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫ്യൂല് കണ്ട ഗൈസ്. കണ്ടു, 5k ഫ്യൂൽ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് പോയി സെല് ചെയ്യട്ടെ ഗൈസ്. ഓ നോ ഗൈസ്, കണ്ടു ഇപ്പൊ നമ്മുടെ പ്രൈസ് മിഡിലായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഗുഡിന് മുകളിൽ പോയിട്ട് വെക്കാം, എന്നാലും നമുക്ക് കുറെ അധികം പൈസ കിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ $11 ആയിട്ട്. അപ്പൊ ഞാൻ എന്തായാലും സെല് ചെയ്യാൻ പോണ്. കണ്ടു ഗൈസ്, ഇപ്പൊ നമുക്ക് $59k കിട്ടിയിട്ടുണ്ട്. ഓ ഗൈസ് കണ്ടു. ലേറ്റ്സ് ഗോ. അപ്പൊ നമുക്കുള്ള ഗൈസ് നമ്മുടെ സ്ഥലം ഒന്ന് ആദ്യം ഒന്ന് മാറ്റിയേക്കാം. ഓക്കെ, നമുക്ക് ഈ സ്ഥലം മേടിച്ചേക്കാം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് ഇത് മേടിച്ചേക്കാം. ഓ, ഇതിന് 5k ഉള്ളൂ. ഓ ഗൈസ്, അപ്പൊ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തും കൂടി നമുക്കൊന്ന് മേടിച്ചേക്കാം. ഓക്കെ ഗൈസ്, 20k കൊടുത്ത് അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ലേറ്റ്സ് ഗോ. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇവിടെ മൊത്തം ഡ്രില്ലും അതേപോലെ ഇപ്പുറത്ത് മൊത്തം നമുക്ക് റിഫൈനറി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് കുറച്ച് ഡ്രില്ലും അതേപോലെ റിഫൈനറി മേടിക്കട്ടെ ഗൈസ്. ഇപ്പൊ ഞാൻ എന്തായാലും സ്പീഡിൽ ഒരു 2 മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഒരു സെക്കൻഡില് 6 ഓയിൽ വെച്ച് തരും. അതേപോലെ തന്നെ നമുക്കുള്ള ഗൈസ് ഒരു അഡ്വാൻസ്ഡ് റിഫൈനറി മേടിക്കണം. ഇതിന് 20k ഉള്ളൂ. അത് ഞാൻ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഞാനുള്ള ഗൈസ് നമ്മുടെ ബേസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കി എടുക്കട്ടെ. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മുടെ ഫാം ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടു. അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് സംഭവമൊക്കെ വെക്കാനുണ്ട്. അപ്പൊ അതൊന്ന് ഞാൻ വെക്കട്ടെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്പീഡിൽ വെച്ചേക്കാം. ഇത് നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് വെച്ചേക്കാം. ഓക്കെ, അത് ഞാൻ അങ്ങനെ 2 ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്നുള്ള ഗൈസ് നമുക്ക് ഒരു സെക്കൻഡിൽ 6 ഫ്യൂൽ വെച്ച് തരും. പിന്നെ നമുക്കുള്ള ഗൈസ് ഇവിടെ ഒരു അഡ്വാൻസ്ഡ് റിഫൈനറി വെക്കണം. ഇതിൽ നമുക്കുള്ള ഗൈസ് 500 ഫ്യൂലർ കളക്ട് ആവും. ഓക്കെ, അപ്പൊ അത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുള്ള ഗൈസ് മാക്സിമം ഞാൻ ഫ്യൂല് കളക്ട് ചെയ്ത് കുറച്ചും കൂടി അടിപൊളി സംഭവം മേടിക്കാൻ നോക്കട്ടെ ഗൈസ്. അപ്പൊ കണ്ട ഗൈസ്, ഇപ്പൊ നമ്മുടെ 11k ഫ്യൂൽ ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 12 ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, കണ്ടോ ഇപ്പൊ നമ്മുടെ 12 ആയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് ഇത് മൊത്തം ഒന്ന് സെല് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഇപ്പൊ നമുക്ക് $10 വെച്ച് കിട്ടും. അപ്പൊ ഞാനിത് സെല് ചെയ്യാൻ പോട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അത് മൊത്തം ഞാൻ അങ്ങനെ സെല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഗൈസ് $129k ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ടുള്ള ഗൈസ് എന്തെങ്കിലും വെറൈറ്റി സംഭവം മേടിക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ഗൈസ് നമുക്ക് കിട്ടല്ലോ. ഈ സ്പീഡ് ഡ്രിൽ ഒരു 2 മേടിച്ചേക്കാം. അതേപോലെ റിഫൈനഡ് ഡ്രിൽ 1 മേടിച്ചേക്കാം. ഓ ഗൈസ്, ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഗൈസ്, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇൻഡസ്ട്രിയൽ ഡ്രിൽ മേടിച്ചേക്കാം. ഇത് ഞാൻ 2 മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇനി നമുക്ക് മേടിക്കേണ്ടത് റിഫൈനറി ആണ്. അപ്പൊ റിഫൈനറി നമുക്ക് എന്തായാലും ഈ പ്ലാസ്മ റിഫൈനറി മേടിച്ചാലോ ഗൈസ്. ഇത് അത്യാവശ്യം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നട്ടെ ഗൈസ്. ഇതിന് 800 സ്റ്റോറേജ് വരെ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ അതൊരു മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു $13k കൂടി ഉണ്ട്. അതിന് നമുക്ക് ഇപ്പൊ തൽക്കാലം ഒന്ന് മേടിക്കേണ്ട, നമുക്ക് പിന്നെ മേടിച്ചേക്കാം. കണ്ടു ഗൈസ്, നമ്മുടെ റിഫൈനറി മൊത്തം ഇവിടെ ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം നല്ല ഗൈസ് ഞാൻ പ്ലാസ്മ റിഫൈനറി വെക്കാൻ പോവാണ്. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് വെച്ചേക്കാം. ഗൈസ് കണ്ടു ഗൈസ്, ഇത് അത്യാവശ്യം ഒരു സെറ്റ് സാധനമാണ്. അപ്പൊ അതെന്തായാലും ഫിൽ ആവട്ടെ. നമുക്ക് ഇവിടെ വന്നിട്ട് റിഫൈനഡ് ഡ്രില്ല് വെച്ചേക്കാം. ഇത് നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് വെച്ചേക്കാം. പിന്നെ നമ്മൾ പുതിയൊരു ഡ്രില്ല് മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ആയിട്ട് വെച്ചേക്കാം. ഇത് നമുക്കുള്ള ഗൈസ് ഒരു സെക്കൻഡില് 10 ഫ്യൂൽ വെച്ച് തരും. ഓക്കെ, അപ്പൊ അത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സ്പീഡ് ഡ്രില്ല് നമുക്ക് ഇവിടെ വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് പെട്ടെന്ന് ഫ്യൂലൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് അങ്ങനെയാണ്. പിന്നെയുള്ള ഗൈസ് നമുക്ക് ഇങ്ങനെ ടോട്ടമുകൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ എക്സ്ട്രാ പൈസ ഒക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ അതിന് നമുക്ക് ഇവിടെ വന്നിട്ട് നല്ല വെറൈറ്റി ടോട്ടംസ് ഒക്കെ മേടിച്ചു വെക്കാം. അപ്പൊ നമുക്ക് 15k ഫ്യൂൽ കൊടുക്കുകയാണെങ്കിൽ 20% ക്യാഷ് ബൂസ്റ്റ് തരുന്ന ഒരു കോപ്പർ ക്യാഷ് ടോട്ടം കിട്ടും. ഓക്കെ, അപ്പൊ ഇത് മേടിക്കണമെങ്കിൽ സെറ്റ് ആയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ ഞാൻ വേഗം പോയിട്ടുള്ള ഗൈസ് ഒരു 15k ഫ്യൂൽ ആക്കട്ടെ. അതൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കാരണം ഇവനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇവൻ നമുക്ക് എന്തായാലും തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. 1.5k ഫ്യൂൽ എടുക്കാൻ പോകണ്ട ഗൈസ്. ഓക്കെ, അത് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ലേറ്റ്സ് ഗോ. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോവാണെങ്കിൽ അവൻ തരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒന്നും കൂടി പോയി ഒന്ന് എടുത്തു നോക്കട്ടെ. ലേറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ 15k ഫ്യൂൽ ആയിട്ടുണ്ട്. ഞാൻ പോയിട്ടുള്ള ഗൈസ് ഒരു ടോട്ടം മേടിക്കട്ടെ. ഈ 15k ഫ്യൂൽ കൊടുത്ത് ഞാൻ അങ്ങനെ ഒരു കോപ്പർ ക്യാഷ് ടോട്ടം മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ലേറ്റ്സ് ഗോ. അപ്പൊ ഇനിയുള്ള ഗൈസ് ഇത് നമ്മുടെ ബേസിൽ കൊണ്ട് വെക്കണം. ഗൈസ് ഇത് നോക്കി, ഇത് അത്യാവശ്യം സെറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, അപ്പൊ ഇനിയുള്ള ഗൈസ് നമുക്ക് 20% ക്യാഷ് കൂടുതൽ കിട്ടും. അപ്പൊ നമുക്കുള്ള ഗൈസ് അപ്പൊ നമുക്ക് കുറെ അധികം പൈസ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും കുറെ അധികം ഫ്യൂലൊക്കെ കളക്ട് ചെയ്തിട്ട് ഒന്ന് സെല് ചെയ്ത് നോക്കട്ടെ ഗൈസ്. അപ്പൊ കണ്ടു ഗൈസ് നമ്മുടെ ബേസ്. ലേറ്റ്സ് ഗോ. ഇപ്പൊ നമ്മുടെ ബേസിലുള്ള ഗൈസ് കുറെ ഡ്രില്ലുകൾ സംഭവമൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ ഞാൻ ഒരു ടോട്ടം കൂടി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനുള്ള ഗൈസ് ഒരു ഇൻഡസ്ട്രിയൽ റിഫൈനർ കൂടി മേടിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കുള്ള ഗൈസ് 1.5k ഫ്യൂലർ കളക്ട് ആവും. പിന്നെയുള്ള ഗൈസ് ഇതാണ് നമ്മുടെ മെഗാ ഡ്രില്ല്. ഇതിൽ നമുക്കുള്ള ഗൈസ് ഒരു സെക്കൻഡിൽ 18 ഫ്യൂൽ വെച്ച് തരും. അതെന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ ആദ്യത്തെ ഡ്രില്ല് ഉണ്ടല്ലോ, നമുക്ക് ഒരു സെക്കൻഡിൽ ഒരെണ്ണം വെച്ച് തരുന്നത്. അത് മൊത്തത്തിൽ ഞാൻ
ഒഴിവാക്കിണ്ട ഗൈസ്. അത് വലിയ കാര്യമില്ല ഗൈസ്, സ്ഥലം പോകുന്നല്ലാണ്ട് വേറെ ഒന്നിനും കാര്യമില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഈ ഫ്യൂവൽ ഒന്നും കൊണ്ട് സെല് ചെയ്യട്ടെ ഗൈസ്. ഇപ്പൊ നമുക്ക് കുറേയധികം പൈസ കിട്ടുന്നതാണ് തോന്നുന്നത്. ഊനു ഗൈസ്, ഇപ്പൊ നമ്മുടെ ഫ്യൂവലിന്റെ റേറ്റ് ഒക്കെ ഭയങ്കര കുറഞ്ഞു കിടക്കാണ്. നമുക്കുള്ള ഗൈസ് ഈ ഗുഡിന് മുകളിലോട്ട് പോയിട്ട് വെക്കാം. അതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ ഇപ്പൊ എന്തായാലും ഇതിന്റെ പ്രൈസ് ഒക്കെ കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് നോക്കി നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ $11 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് മൊത്തം അങ്ങനെ സെല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഗൈസ് $539K ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ടുള്ള ഗൈസ് കുറച്ച് സംഭവങ്ങൾ മേടിക്കട്ടെ. അപ്പൊ ആദ്യം നമുക്ക് മേടിക്കേണ്ടത് ഈ ഇൻഡസ്ട്രിയൽ റിഫൈനറി ആണ്. അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ ഗൈസ്, നമ്മുടെ ഫ്യൂവൽ മൊത്തം വേഗം ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതും കൂടി ഒന്ന് വെക്കട്ടെ ഗൈസ്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് കുറച്ച് ഡ്രില്ല് മേടിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മെഗാ ഡ്രില്ല്. ഇത് സെറ്റ് ആണ് ഗൈസ്. അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതേപോലെ ടർബോ ഡ്രില്ല് മേടിച്ചിട്ടുണ്ട്, ഡബിൾ ഡ്രില്ല് മേടിച്ചിട്ടുണ്ട്, പിന്നെ സാധാ ഇൻഡസ്ട്രിയൽ ഡ്രില്ലും കൂടി മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മൊത്തം ഞാൻ നമ്മുടെ ബേസിൽ ഒന്ന് വെക്കട്ടെ ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേയധികം ഫ്യൂവലൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലേസ്കു, ഇത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡ്രില്ല് നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് വെച്ചേക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു ടർബോ ഡ്രില്ല് ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു മെഗാ ഡ്രില്ല് ഉണ്ട്. മെഗാ ഡ്രില്ല് ഇവിടെ വെച്ചേക്കാം. അതേപോലെ ടർബോ ഡ്രില്ല് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ബേസ് കണ്ട ഗൈസ് കുറേയധികം ഡ്രില്ല് ആയിട്ടുണ്ട്. ലേറ്റ്സ് ഗോ. അപ്പൊ ഗൈസ്, ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പാണ്. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു ബ്ലോഗ്സിന്റെ കിടക്കാച്ച് ഗെയിമായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.